ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേപോലെ തന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എബൌട്ട് അവർ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്റർ, ഞങ്ങളുടെ സെക്കൻഡ് ആൻഡ് തേർഡ് ട്രൈമസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങൾ ഓൾറെഡി ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും സെക്കൻഡും തേർഡും കൂടി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ സെക്കൻഡ് ട്രൈമസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞങ്ങൾ വീഡിയോ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടുള്ള ഒരു ട്രൈമസ്റ്റർ തന്നെയായിരുന്നു. പക്ഷേ അതുമായിട്ട് ഞങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾ സെക്കൻഡ് ട്രൈമസ്റ്റർ വളരെ ആക്റ്റീവായിരുന്നു. എൻ്റെ വളരെ ആക്റ്റീവായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ നോർമൽ സ്റ്റേജിലോട്ട് എത്തിയ ഒരു സമയമായിരുന്നു എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ. എൻ്റെ അങ്ങനെ അവൾക്കും അങ്ങനെയാണ്. ഞങ്ങൾ രണ്ടുപേരും നോർമലായിട്ട് മൂന്നാം മാസം സ്കാൻ കഴിഞ്ഞ് 4 തുടങ്ങിയപ്പോൾ തൊട്ട് ഞങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം പഴയ പോലെ ആയി, നമ്മൾ നോർമലായിട്ടായി. വേറെ ബുദ്ധിമുട്ടോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു, ഛർദ്ദിലില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഗ്യാസ് കയറുമ്പോൾ മാത്രം രാവിലെ ഒരു ഇത്തിരി ഛർദ്ദിക്കും, അത് മാത്രമേ ഉള്ളൂ. വേറെ അങ്ങനെ ക്ഷീണമോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. നല്ല ആക്റ്റീവായിരുന്നു, ജോലി ചെയ്യാനൊന്നും ഒരു പ്രശ്നമില്ലാത്തൊരു സമയമായിരുന്നു എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്റർ. നിനക്ക് ജോലി ചെയ്യാൻ അങ്ങനെ ബുദ്ധിമുട്ടാണ്, പക്ഷെ എനിക്ക് അപ്പോഴും ഒരു ക്ഷീണമുണ്ട്, അല്ലാതെ വേറെ ഒന്നുമില്ല. അത് ഭയങ്കര ചൂട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ആ സമയത്ത് വയറ് ഭയങ്കര രീതിയിൽ വിസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എനിക്ക് ചെറിയ രീതിയിലുള്ള വയറേ ഉള്ളുമായിരുന്നു. അപ്പോൾ വയറ് കൊണ്ടും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് വയറ് അപ്പോഴും ഉണ്ടായിരുന്നു. എനിക്ക് അപ്പോഴേ 4ാം മാസത്തിൽ എനിക്ക് കുറച്ച് കാണാമായിരുന്നു. എനിക്കത്ര വിസിബിളൊന്നും അല്ലായിരുന്നു. എനിക്കൊരു 5 മാസം കഴിഞ്ഞതിന് ശേഷം ഇത്തിരി വയറുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്ക് കിടക്കുന്നതിലായിരുന്നാലും ഒന്നിനും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ ക്രേവിങ്സിൻ്റെ കാര്യം പറയായിരുന്നെങ്കിൽ നല്ല രീതിയിൽ എനിക്ക് ചിക്കൻ അങ്ങനെയൊക്കെ എല്ലാ ഫുഡും ഞാൻ കഴിക്കുമായിരുന്നു. പിന്നെ ആ 3 മാസം കഴിഞ്ഞിട്ട് ചിക്കൻ, മുട്ട, മീൻ എല്ലാം കഴിക്കാൻ പറ്റുമായിരുന്നു. എന്ന് വെച്ചാൽ ഇങ്ങനെ അവിച്ചതായിരുന്നാലും പൊരിച്ചതായിരുന്നാലും അങ്ങനെ ഒരു വ്യത്യാസമില്ലാതെ ഞാൻ കഴിക്കുമായിരുന്നു. എനിക്ക് ഒരു ഫുഡിനോട് ഒരു വെറുപ്പും ഇല്ലാതിരുന്ന സമയമായിരുന്നു. പിന്നെ പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു. എനിക്ക് ക്രേവിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, എനിക്ക് ഇത് കഴിക്കണം അത് കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ഫുഡും അങ്ങനെ കഴിച്ചിട്ടുമുണ്ട്. അങ്ങനെ കൺട്രോൾഡായിട്ട് കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇങ്ങനെ KFC അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കഴിച്ചിട്ടില്ല. അല്ലാതെ പിന്നെ നമ്മുടെ പെപ്സി അങ്ങനത്തെ ഐറ്റംസ്, എനിക്ക് ഫ്രൂട്ടി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അത് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫ്രൂട്ടി അങ്ങനത്തെ സാധനങ്ങളൊന്നും കുടിച്ചിട്ടില്ല. അല്ലാതെ ഞാൻ വേറെ ഒരു ഫുഡിനും ഇങ്ങനെ റെസ്ട്രിക്ഷൻ വെച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാ ഫുഡും ഞാൻ കഴിക്കുമായിരുന്നു. എനിക്ക് ഒരു മടിയില്ലായിരുന്നു കഴിക്കാനായിട്ട്. എനിക്കും അതേപോലെ ഒരുപാട് കാര്യങ്ങൾ കഴിക്കാൻ ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ പറയും, ചേട്ടൻ്റെ അടുത്ത് പറയും ഇത് വേണം അത് വേണം, ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും പറയാമായിരുന്നു എനിക്ക് പിസ്സ കഴിക്കണം, ഇതേപോലെ ഫ്രൈഡ് റൈസ് കഴിക്കണം, നൂഡിൽസ് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആ സമയത്ത് തന്നെ പുറത്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് വീട്ടിൽ വാങ്ങി തരുമായിരുന്നു. അതേപോലെ തന്നെ എനിക്കും കൊക്കക്കോള, 7up, മിറാണ്ട അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ്ലി ഞാൻ 9 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. ഇവള് ഫ്രൂട്ടി പറഞ്ഞ പോലെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് ഫുൾ കംപ്ലീറ്റായിട്ട് ഒഴിവാക്കി വെച്ചിരിക്കുന്ന സാധനം, ഈ ഡ്രിങ്ക്സാണ്. പിന്നെ എനിക്ക് ഭയങ്കര ഏറ്റവും കൂടുതൽ ഞാൻ എൻ്റെ ഒരു പ്രഗ്നൻസി ജേർണിയിൽ കഴിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ മന്തി. എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആ സമയത്ത് എന്തോ എനിക്ക് എപ്പോൾ പോലും എനിക്ക് മന്തി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കുട്ടി ഒരു മന്തിക്കുട്ടിയാവുമെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മന്തിയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അതുപോലെ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ പ്രഗ്നൻസി കഴിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും മന്തിയാണെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് ഞാൻ ഫ്രൂട്ട്സൊക്കെ കഴിച്ചത് എനിക്ക് കുറവാണെന്ന് തോന്നുന്നു. പക്ഷേ മന്തി, കറികളൊക്കെ വെജിറ്റബിൾസുകൾ അങ്ങനെ കറിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഫ്രൂട്ട്സ് അങ്ങനെ അധികം കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചായ ഒരുപാട് കുടിക്കുമായിരുന്നു. എനിക്ക് പണ്ടും അങ്ങനെ തന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ കല്യാണത്തിന് മുമ്പ് ഇത്രയും ചായ കുടിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഒരു സമയത്ത് ഞാൻ നല്ല രീതിയിൽ ചായ കുടിക്കും. പാല് അത്ര താല്പര്യമില്ലായിരുന്നു, ചായ ഇഷ്ടം പോലെ ചായ ഞാൻ കുടിക്കുന്നു. ഇപ്പോൾ 3rd ട്രൈമസ്റ്റർ ആയതിനു ശേഷം മാത്രമാണ് ഞാൻ ഇപ്പോൾ പാൽ ഇത്തിരി സ്ഥിരമായിട്ട് കുടിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഞാൻ ഫുള്ളും ചായ തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. നിനക്കിങ്ങനെ ക്രേവിങ്സ് സ്ഥിരമായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് എന്തെങ്കിലും ഫുഡുണ്ടോ? ഞാൻ ഇപ്പോൾ മന്തി പറഞ്ഞോട്ടെ, സ്ഥിരമായിട്ട് കഴിച്ചു അങ്ങനെയൊന്നുമില്ല. ഞാൻ കാന്താരി ചിക്കൻ ഉണ്ടായിരുന്നു. കാന്താരി ചിക്കൻ, പക്ഷെ അതിൽ ഞാൻ കാന്താരി ഒന്നും കഴിക്കില്ല, ചിക്കൻ മാത്രമേ കഴിക്കും. അത് കുറച്ച് അടുപ്പിച്ചൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ നട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഏത്തമ്പഴം കൂടുതൽ കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഷേക്ക് അടിച്ചു തരുമായിരുന്നു ചേട്ടൻ, ഷേക്ക് അടിച്ചു തരും. അങ്ങനെ പിന്നെ ഫുഡിൽ വേറെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും ചോക്ലേറ്റ്, എനിക്ക് ഡയറി മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിലെപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാലും എനിക്ക് ഡയറി മിൽക്ക് സ്ഥിരമായിട്ട്, എനിക്ക് ഷുഗർ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിക്കുമായിരുന്നു. സ്ഥിരമെന്ന് വെച്ചാൽ ഒരാഴ്ചയിൽ 2 വട്ടമെങ്കിലും ഞാൻ ഡയറി മിൽക്ക് കഴിക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു ക്രേവിങ്സ് അല്ല, എനിക്കിഷ്ടമാണ്. ഇങ്ങനെ എനിക്ക് വേണം അങ്ങനെ തൊരവുണ്ട് ഞാൻ പറയുന്നതല്ല, അല്ലാതെ തന്നെ എനിക്ക് വാങ്ങിച്ചിട്ട് വരുന്നതാണ്. എനിക്ക് ഡയറി മിൽക്ക് ഇഷ്ടമായിരുന്നു. അല്ലാതെ എനിക്ക് അതാ വേണം ഇങ്ങനെ നമ്മൾ പറയില്ല അങ്ങനത്തെ രീതിയിലൊന്നും ഇല്ലായിരുന്നു. അല്ലാതെ പക്ഷെ വാങ്ങിച്ചിട്ട് ഞാൻ കഴിക്കുമായിരുന്നു. ഡയറി മിൽക്ക് സ്ഥിരമായിട്ട് കഴിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഷുഗറില്ല. പിന്നെ വേറെ ഈ മധുരം കഴിക്കുന്ന എനിക്ക് മധുരത്തോട് അത്ര താല്പര്യമില്ലായിരുന്നു.
എരിവുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ കൂടുതലായിട്ട് കഴിച്ചിട്ടുള്ളത്. പിന്നെ ബേക്കറി ഐറ്റംസ് ഞാൻ കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ അതിനൊത്ത് ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് ഞാൻ കഴിച്ചിട്ടുണ്ട്. എൻ്റെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഏകദേശം ഞാൻ പുറത്തുനിന്നുള്ള ഫുഡ് ഇഷ്ടംപോലെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ തന്നെ മന്തി തന്നെയാണ് മെയിനായിട്ട് ഞാൻ കഴിച്ചിട്ടുള്ളത്. പിന്നെ ചിക്കൻ നൂഡിൽസൊക്കെ കഴിച്ചിട്ടുണ്ട്, ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ട്, ബിരിയാണി അതൊക്കെ ഞാൻ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. ആ സമയത്ത് നല്ല ക്രേവിങ്സ് ആയിരുന്നു. അതേപോലെ തന്നെ എനിക്ക് എപ്പോഴും നല്ല രീതിയിൽ വിശക്കുമായിരുന്നു. അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. നിനക്ക് ചോക്ലേറ്റ് അങ്ങനത്തെ? എനിക്കൊരു 4 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് സ്വീറ്റ്സിനോടായി ക്രേവിങ്സ് കൂടുതൽ. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് കേക്ക് വേണം, മുട്ടായി വേണം എന്നൊക്കെ പറയപ്പം വാങ്ങിച്ചുകൊണ്ട് വരും. എന്നാലും കൂടുതൽ എന്നെ കഴിക്കാൻ സമ്മതിക്കില്ല. ചേട്ടൻ ഭയങ്കര ഹെൽത്തി ആയിട്ട് അതുകൊണ്ട് പിന്നെ ഇതേപോലെ ഏത്തമ്പഴം, നട്ട്സ്, നമ്മുടെ ബദാം, കാഷ്നട്ട്, ഇത് നമ്മുടെ പീനട്ടൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അത് കഴിക്കാൻ പറയും. ഷേക്ക് അടിച്ച് കുടിക്കാൻ പറയും. അങ്ങനെയൊക്കെയാണ്. പിന്നെ സ്വീറ്റ് പൊട്ടാറ്റോ അതൊക്കെ കൊണ്ടുവന്ന് അതൊക്കെ കഴിക്കാൻ പറയും. എനിക്ക് ഭയങ്കര ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജങ്ക് ഫുഡിനോടായിരുന്നു. ഇതേപോലെ ഡയറി മിൽക്ക്, അതേപോലെ തന്നെ പിസ്സ അതൊക്കെ ആയിരുന്നു. അത് കൂടുതലൊന്നും വാങ്ങിച്ചു തന്നിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ 2 പ്രാവശ്യം പിസ്സ കഴിച്ചു. അങ്ങനെ കൂടുതലായിട്ടൊന്നുമല്ല. പിന്നെ ഞാൻ കൂടുതൽ കഴിച്ചിട്ടുള്ളത് നട്ട്സും ഫ്രൂട്ട്സും ആ ഐറ്റമാണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ. പിന്നെ ഞങ്ങളുടെ വെയിറ്റ് ഗെയിൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മളിങ്ങനെ ചെക്ക് ചെയ്യും. ഓരോ മാസം സെക്കൻഡ് ട്രൈമസ്റ്റർ ആയപ്പോൾ തന്നെ ഒരു മാസം കൂടുമ്പോഴാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർ നമ്മൾ ചെക്ക് ചെയ്യും വെയിറ്റ്. അപ്പോൾ ഈ മാസം എത്ര വെയിറ്റ് ഉണ്ടാവും എന്നൊക്കെ അത്രേ പാടുള്ളൂ. പക്ഷേ ഞാൻ എന്താണെന്ന് വെച്ചാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഛർദ്ദിലും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ചോറ് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ രാത്രിയും ചോറ് കഴിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഇതിൽ കോൺസെപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഷുഗർ ഇല്ലല്ലോ, അതുകൊണ്ട് ചോറ് കഴിക്കാന്നുള്ളതാണ്. പക്ഷേ വെയിറ്റ് ഗെയിൻ്റെ കാര്യം ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ ചോറ് കഴിക്കുമായിരുന്നു. രാത്രി ചോറാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ചെക്കപ്പിന് പോയ സമയത്ത് ആ ഒരു മാസം 4 കിലോയെ കൂടാൻ പാടുള്ളൂ. പക്ഷേ എനിക്ക് 5 കിലോ ആയി. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു എന്തെങ്കിലും പലഹാരമൊക്കെ ഇങ്ങനെ കഴിക്കുമെന്ന്. ഞാൻ പറഞ്ഞു അതങ്ങനെ അത്ര കഴിപ്പൊന്നുമില്ല, പക്ഷേ ഞാൻ രാത്രി ചോറ് കഴിക്കുന്നു. ഞാൻ അപ്പോൾ പറഞ്ഞു എൻ്റെ അടുത്ത് പറഞ്ഞു ചോറ് ഇത്തിരി ഒഴിവാക്കാൻ. അങ്ങനെ എനിക്ക് പേടിയായിട്ട് ഞാൻ പിന്നെ ചോറ് നല്ല രീതിയിൽ കുറച്ച്. രാത്രി ഞാൻ ചോറ് കഴിക്കാതെയായി. അങ്ങനെ ചോറ് കഴിക്കാതെ ഞാൻ എന്തെങ്കിലും രാത്രി ഗോതമ്പിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും കാപ്പി അങ്ങനെ എന്തെങ്കിലും കഴിക്കും. ചോറ് പാടെ ഒഴിവാക്കി അങ്ങനെ. പക്ഷേ മന്തിയാണെങ്കിൽ ഞാൻ കഴിക്കും. അങ്ങനെ അല്ലാതെ വീട്ടിൽ ചോറ് രാത്രി കഴിക്കുന്നത് ഞാൻ ഒഴിവാക്കി. പക്ഷേ അടുത്ത മാസം പോയപ്പോൾ എനിക്ക് വെയിറ്റ് കുറവായി, 2 കിലോ ഞാൻ കുറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ ചോറ് കഴിക്കുന്നത് നിർത്തിയെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഈ പ്രഗ്നൻസി സമയത്ത് ഇങ്ങനെ നമ്മൾ കഴിക്കാതിരുന്ന വെയിറ്റ് കുറയുമെന്ന് വിചാരിച്ചു. പക്ഷേ കുറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ ഇവക്കും അതേപോലെ തന്നെ വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 4 മാസം തുടങ്ങിയപ്പോൾ വെയിറ്റ് നന്നായിട്ട് കുറഞ്ഞു. ഒരു 5 കിലോ ഒക്കെ കുറഞ്ഞു. അത് ഫുഡ് നേരെ കഴിക്കാൻ പറ്റാത്ത അങ്ങനത്തെ ഇഷ്യൂല് 5 കിലോ കുറഞ്ഞു. 5 കിലോ കുറഞ്ഞു. അത് ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ അന്ന് മുതൽ പ്രോട്ടീൻ ഷേക്ക് അടിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് പീനട്ട് അടിച്ച് തരാൻ തുടങ്ങി. ഒരു ദിവസം 2 ഗ്ലാസ് ഒക്കെ വെച്ച് തരുമായിരുന്നു. അപ്പം വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷെ ഓവർ വെയിറ്റ് ആയിപ്പോയി. പിന്നെ അവർ നോക്കുമ്പോൾ 6 കിലോ ഒക്കെ കൂടിപ്പോയി. അവർക്ക് ആ മാസം 4 കിലോ പാടുള്ളൂ, എക്സ്ട്രാ 2 കിലോ കൂടിപ്പോയി. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, ഇങ്ങനെ ഷേക്ക് കുടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് ഷേക്ക് കുടിക്കുമ്പോൾ എക്സ്ട്രാ ആയിട്ട് അതിൽ ഫാറ്റ് കൂടും. ചുമ്മാ നട്ട്സൊക്കെ കഴിക്കാം. നട്ട്സ് ഓവറും കഴിച്ചുകൂടാ. ബദാം കൂടുതൽ കഴിക്കാം, കുഴപ്പമില്ല. അല്ലാതെ കാഷ്നട്ടൊന്നും ഓവറായിട്ട് കഴിക്കണ്ടെന്ന് പറഞ്ഞു. വെറുതെ കഴിക്കാൻ പറഞ്ഞു, ഷേക്ക് അടിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അതിനുശേഷം അങ്ങനെ ഷേക്ക് അടിച്ച് കുടിക്കില്ല, വെറുതെ കഴിക്കും. എന്നാലും ഇടയ്ക്കൊക്കെ തരും കേട്ടോ. പിന്നീട് പോയപ്പോൾ അത്യാവശ്യം പെട്ടെന്നായിരുന്നു 5 കിലോ 6 കിലോ ഒക്കെ കൂടിയത്. പിന്നീടായപ്പോൾ ഓരോ കിലോ വെച്ച് കൂടുന്നുള്ളായിരുന്നു. ഓരോ ചെക്കപ്പിനും ഓരോ കിലോ വെച്ച്. അപ്പം ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. 5-ാം മാസം മാത്രമാണ് ഞങ്ങൾക്ക് 2 വെയിറ്റ് ഗെയിൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് പോയ എല്ലാ മാസം ഓക്കെ ആയിരുന്നു, വെയിറ്റ് എല്ലാം നോർമലായിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ചെക്കപ്പിൻ്റെ കാര്യമൊക്കെ പറയാനായിരുന്നെങ്കിൽ ആ സമയം നമുക്ക് 5-ാം മാസത്തെ സ്കാനിങ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് വേറെ സ്കാനിങ് ഒന്നും ഇല്ലായിരുന്നു. ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ഗ്ലൂക്കോസും. ഷുഗർ 7-ാം മാസത്തിലാണ്. ഷുഗർ ടെസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഡെയിലിയുള്ള ചെക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകും, വെയിറ്റ് നോക്കും. ആകെ മെയിനായിട്ട് ആ ഒരു 3 മാസത്തിൽ പറയാൻ പറ്റിയെന്ന് വെച്ചാൽ 4, 5, 6 ഈ ഒരു മാസത്തിൽ പറയാമെന്ന് വെച്ചാൽ നമ്മൾ 5-ാം മാസം സ്കാനിങ് മാത്രമായിരുന്നു. വേറെ അങ്ങനെ ഹോസ്പിറ്റലിൽ വലിയ കാര്യങ്ങളായിട്ടൊന്നും തന്നെ ഇല്ലായിരുന്നു. സ്കാനിങ്ങിൽ വേറെ 2 പേർക്കും പ്രശ്നമൊന്നുമില്ലായിരുന്നു, എല്ലാം നോർമൽ തന്നെയായിരുന്നു. എനിക്ക് പോയിട്ട് അപ്പം തന്നെ എന്ന് വെച്ചാൽ സ്കാനിങ് ചെയ്യാൻ അവർ തന്നെ ഒരു സ്ഥലം പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയാണ് സ്കാൻ ചെയ്തത്. പക്ഷേ 2:30-ക്കാണ് അപ്പോയിൻമെൻറ്റ് പറഞ്ഞത്. പക്ഷേ അവിടെ തന്നെ ഇഷ്ടംപോലെ സമയം, നോർമലി സ്കാൻ ആയതുകൊണ്ടും ഒരുപാട് സമയം ഒരുപാട് പേരും ഉണ്ടായിരുന്നു. അപ്പം ഭയങ്കര ടൈം എടുത്താണ്. ഞാൻ 2:30-ക്ക് പോയി, ഞാൻ 7 മണിക്കാണ് സ്കാൻ ചെയ്യുന്നത്. ഇവക്ക് അതിൻ്റെ അപ്പുറമായിരുന്നു സമയം. കാരണം എനിക്ക് കുഞ്ഞ് ബാക്ക് തിരിഞ്ഞ് കിടക്കായിരുന്നു. ഫ്രണ്ട് ഫേസും
ഇവിടെ ഹാർട്ടിൻ്റെ ഇതൊക്കെ എടുക്കണമായിരുന്നു. അപ്പം കുഞ്ഞ് തിരിഞ്ഞ് വരുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് കയറി, പിന്നെ ഇറങ്ങി എനിക്ക് ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് കുറച്ച് നടന്നിട്ടൊക്കെ വരാൻ പറ്റും. അങ്ങനെ വീണ്ടും പോയി ഏറ്റവും ലാസ്റ്റായി. ഞാൻ പിന്നെ 7:30 രാത്രിയായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. അങ്ങനെ കുറച്ച് സമയം കൂടുതലായിരുന്നു ഇവളുടെ സ്കാനിങ്. അത് മാത്രം തന്നെ ഹോസ്പിറ്റലിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് സ്കാനിങ് എന്ന് പറയാനുള്ളതും. പിന്നെ ട്രാവലിങ്ങിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ആ സമയത്ത് ഞാൻ എല്ലാ വണ്ടിയിലും ട്രാവൽ ചെയ്തിട്ടുണ്ട്. ബൈക്കിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ഓട്ടോയിൽ പോയിട്ടുണ്ട്, ബസ്സിലും പോയിട്ടുണ്ട്. ഇത് മൂന്നിലും ഞാൻ പോയിട്ടുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ട്രാവൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. ബൈക്കിൽ ആകെ ഞാൻ 2 വട്ടം ഒരു കല്യാണത്തിൻ്റെ ഇതിനും പോയിട്ടുണ്ട്. പിന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ തലേ ദിവസം അവിടെ ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോയതും. പിന്നെ ഓട്ടോയിൽ മിക്കവാറും ചെക്കപ്പിന് എല്ലാം ഞങ്ങൾ ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. പിന്നെ ബസ്സിന് അച്ഛന് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ഞാനും അമ്മയും കൂടി ഇങ്ങനെ ബസ്സിൽ പോയിട്ടുണ്ടായിരുന്നു. ബസ്സിലും ട്രാവൽ ചെയ്യുന്നതിന് എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് കുഞ്ഞു വയറായിരുന്നു. എനിക്ക് അങ്ങനെ കയറി നിൽക്കുന്നതിലും അല്ലാതെ എനിക്ക് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇങ്ങനെ ഒരുപാട് വെയിറ്റ് ഉള്ള പോലെ അങ്ങനെ എനിക്കൊരു വയറുണ്ടെന്നുള്ള ഒരു ഫീലിംഗ് എനിക്ക് വന്നിട്ടില്ല. ഞാൻ പിന്നെ ഈ ബസ്സിൽ കയറി പോകുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ ഞാൻ ബസ്സിലൊക്കെ പോയിട്ടുണ്ട്. ട്രാവലിങ്ങിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. ട്രാവൽ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടോ അങ്ങനെ ഒരു പ്രശ്നമില്ലായിരുന്നു. എനിക്കും അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ ബസ്സിൽ കയറിയിട്ടില്ല. ഞാൻ പ്രഗ്നൻ്റ് ആയ പിന്നെ ഇതുവരെ ബസ്സിൽ ട്രാവൽ ചെയ്തിട്ടില്ല. അല്ലാതെ ഞാൻ ഓട്ടോയിലും പോയിട്ടുണ്ട്, ബൈക്കിൽ പോയിട്ടുണ്ട്, പിന്നെ കാറിൽ. മിക്കപ്പോഴും അവിടെ ആയിരുന്നപ്പോൾ ഫുൾ കാറിലൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഫുൾ ഇതായിരുന്നു. പിന്നെ എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. എല്ലാം ഓക്കെ ആയിട്ട് തന്നെ ഉള്ളത്. ഇനി അടുത്തൊരു എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഞാനങ്ങനെ എക്സസൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, സാധാരണ രീതിയിൽ തൂക്കുക അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ നടക്കുവാൻ വെയിൽ കൊള്ളാൻ വേണ്ടി ടെറസിൽ കുറച്ച് നടക്കുവാൻ ഒരു 20 മിനിറ്റ് ഞാൻ എന്തായാലും എല്ലാ ദിവസവും ഞാൻ നടക്കുമായിരുന്നു. ഒരു 3 മാസം എന്ന് വെച്ചാൽ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഞാൻ നല്ല രീതിയിൽ നടക്കുമായിരുന്നു. പിന്നെ ജോലി ചെയ്യാനും തൂക്കാനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അല്ലാതെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇങ്ങനെ സ്ക്വാട്ട്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഡക്ക് വാക്കൊക്കെ ഓരോന്ന് ചെയ്യില്ല. അപ്പം ചോദിച്ചപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഒന്നും ചെയ്യണ്ട, മിണ്ടാതിരുന്നാൽ മതി, ഞാൻ പറഞ്ഞോളാം എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ ഒന്നും ചെയ്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി വെക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഞാൻ അങ്ങനത്തെ ഒരു എക്സസൈസും ചെയ്തിട്ടില്ല. ഇത് തന്നെയാണ് ഈ നടത്തം, എന്തെങ്കിലും തുണി വിരിക്കാൻ പോകുക, ടെറസിൽ കയറുക, ഇറങ്ങുക, ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ എക്സസൈസ് എന്ന് പറഞ്ഞ സമയമൊന്നും കണ്ടെത്തിയിട്ടില്ല. പിന്നെ വെയിൽ കൊള്ളുമായിരുന്നു. ഞാൻ രാവിലെ 20 മിനിറ്റ് നടക്കാമെന്ന് ഉദ്ദേശിച്ച് വെയിൽ കൊണ്ടിട്ടാണ് നടക്കുന്നത്. ഞാനൊന്നും ചെയ്തിട്ടില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ ഫുൾ എന്തോ അവൾക്കൊരു ക്ഷീണം തന്നെയായിരുന്നു. ക്ഷീണമായിരുന്നു, ഫുൾ ക്ഷീണമായിരുന്നു. അപ്പം ഞാൻ തൂക്കും, വീട്ടിൻ്റെ അകത്ത് തൂക്കും, പിന്നെ തുണി കഴുകി ടെറസിൽ കൊണ്ടുവയ്ക്കും. ഈ ഒരു നടത്തം മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അധികം ഒന്നും ജോലി ചെയ്തിട്ടില്ല. എനിക്ക് അധികം ഞാൻ എക്സസൈസോ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഈ തൂക്കുന്നതും ഈ പടിക്കെട്ട് കയറി ഇറങ്ങുന്നതും തുണി പറക്കാൻ പോകുന്നതും തുണി വിരിക്കാൻ പോകുന്നതും അതൊക്കെ തന്നെ. പിന്നെ കിക്കിങ് നല്ല രീതിയിലുണ്ടായിരുന്നു. എനിക്ക് ആൻറ്റീരിയർ പ്ലാസൻ്റെയും ഇവർക്ക് പോസ്റ്റീരിയർ അന്ന് ആൻറ്റീരിയർ തന്നെയാണ്. സെക്കൻഡ് ട്രൈമസ്റ്ററിൽ നോക്കിയ ചെക്കപ്പിൻ്റെ സമയത്ത് ആൻറ്റീരിയർ തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് കിക്ക് ഒരുപാട് ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിങ്ങനെ ഡ്രസ്സിൻ്റെ പുറത്തുകൂടി ഇങ്ങനത്തുള്ള അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിങ്ങനെ കഴിച്ചിട്ട് കിടക്കുമ്പോഴൊക്കെ നല്ല രീതിയിൽ അനക്കമുണ്ട്. പിന്നെ അകിലിങ്ങനെ വയറ്റി തൊട്ട് നോക്കുമ്പോഴും നല്ല രീതിയിൽ ചവിട്ടെന്നൊക്കെ അറിയാൻ പറ്റും. അല്ലാതെ എനിക്കിങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ആർക്കെങ്കിലും കാണിച്ചു കൊടുത്താൽ അനങ്ങിയില്ലായിരുന്നു. അങ്ങനെയായിരുന്നു. എനിക്ക് നല്ല ഇതുണ്ടായിരുന്നു. ഞാൻ 3-ാം മാസം മുതൽ എനിക്ക് ചെറുതായിട്ട് അത് കിക്കിങ് ബേബിയുടെ ഇതാണോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ ചെറിയ രീതിയിലുണ്ടായിരുന്നു. പക്ഷെ 4-ാം മാസം പകുതി ആയപ്പോൾ മുതൽ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ 5 ആയപ്പോൾ എനിക്കത് പുറത്ത് കാണാൻ പറ്റി. അങ്ങനെ എനിക്കിപ്പോഴും നല്ല ആക്റ്റീവാണ് കുഞ്ഞ്. ആക്റ്റീവാണ്. പക്ഷെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. എനിക്കിങ്ങനെ നല്ല രീതിയിൽ അനങ്ങുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആർക്കെങ്കിലും കാണിച്ചു കൊടുക്കാനോ അങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ പുറത്തുകൂടി ആകുമ്പോൾ എനിക്ക് നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ നീങ്ങുന്നത് ഇങ്ങനെ കാണാൻ പറ്റും. ഉള്ളത് അങ്ങനെയല്ല, ഇങ്ങനെ കറങ്ങിയാണ് നിൽക്കുന്നത്. എൻ്റെത് ഇങ്ങനെ നീങ്ങുന്നതൊക്കെ അറിയാൻ പറ്റും. എനിക്ക് അകത്ത് നല്ല രീതിയിൽ അനക്കുള്ളത് എനിക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങൾ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഒരുപാട് ആക്റ്റീവായിരുന്നു. അതൊക്കെ തന്നെ. ഫുഡ് കടിയായിരുന്നു. ബുദ്ധിമുട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ പഴയ പോലെ നമ്മൾ പ്രഗ്നൻസിക്ക് മുമ്പ് എങ്ങനെയായിരുന്നു അതേപോലെ ഒരു നോർമൽ കണ്ടീഷനായിരുന്നു. കുറച്ച് വയറൊന്ന് ആക്റ്റീവായിരുന്നു. ഫുഡ് അടിയായിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു. വേറെ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സാധാരണ ഫുഡ് കഴിക്കുന്ന കാര്യം പറയുകയാണെങ്കിൽ എനിക്കെങ്ങനെയായിരുന്നു, ഞാൻ രാവിലെ തേയില കുടിക്കും. പിന്നെ അത് കഴിഞ്ഞപ്പം പിന്നെ എനിക്ക് അവിടെ പോയപ്പോൾ ഞാൻ കണ്ടുപിടിച്ച കാര്യമാണ് എനിക്ക് ഗ്യാസ് കയറി കഴിഞ്ഞാൽ ഛർദിൽ വരുമെന്ന്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എപ്പോഴും ഛർദിലായിരുന്നു. അതുകൊണ്ട് പിന്നെ അത് ഞാൻ ഇങ്ങനെ കറക്റ്റായിട്ട് സമയം നോക്കി വെച്ചിട്ടില്ല. പിന്നെയാണ് എനിക്ക് മനസ്സിലായി ഗ്യാസ് കയറി കഴിഞ്ഞാൽ എനിക്ക് ഛർദിലാവുമെന്ന്. അങ്ങനെ ഞാൻ ഈ റാഗി രാവിലെ കുറച്ച് വെള്ളം പോലെ കാച്ചി കുടിക്കുമായിരുന്നു. ഒരു 8 മണി സമയത്തൊക്കെ കുടിക്കുമായിരുന്നു. എനിക്ക് എന്തെന്ന് വെച്ചാൽ ഒരു 8:30 ആകുമ്പോഴൊക്കെ ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ റാഗി കുടിച്ചിട്ട് പിന്നെ ഒരു 9 മണിക്ക് എനിക്ക് ഈ നടത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഒരു 9 മണി ആയതിന് ശേഷം 9-9:30 ആകുമ്പോഴാണ്
ഞാൻ കാപ്പി കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് ശീലിച്ചുകൊണ്ട് എനിക്ക് പിന്നെ ആ ഒരു ഛർദിൽ കുറച്ച് മാറി കിട്ടി. എങ്ങാനും ഞാൻ റാഗി കുടിക്കുന്നതിൽ ഒരു സമയം വ്യത്യാസം വന്നാൽ ഞാൻ ഛർദ്ദിക്കുമായിരുന്നു. അതങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന ആയാലും 2 മണി 1:30-2 മണിക്ക് അത് കഴിക്കുമായിരുന്നു. പിന്നെ വൈകിട്ട് ഞാൻ എന്താണ് ചായ കുടിക്കും. പിന്നെ അത് കഴിഞ്ഞ് നൈറ്റ് ഫുഡ് കഴിക്കും. ഇങ്ങനെയൊക്കെ ആയിരുന്നു. അല്ലാതെ ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ഞാൻ പറഞ്ഞില്ല, ഫ്രൂട്ട്സ് കഴിപ്പൊക്കെ കുറവായിരുന്നു. എന്തെങ്കിലും വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാപ്പി രാവിലത്തെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കും, അങ്ങനെയായിരുന്നു. അല്ലാതെ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് ഫുഡ് കഴിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല, ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ല. ഞാനും അതേപോലെ തന്നെ. എനിക്ക് വേറെ ഇതൊന്നുമില്ല. പിന്നെ ചായ ഒരു നേരമൊക്കെ കുടിക്കുള്ളായിരുന്നു. പിന്നെ പാൽ കുടിക്കുമായിരുന്നു രാത്രി. പിന്നെ ഈ നട്ട്സ് രാവിലെ എണീറ്റ് നട്ട്സ് കഴിക്കുമായിരുന്നു. നട്ട്സ് കഴിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ മറ്റേ ഷേക്കും കുടിക്കുമായിരുന്നു. അതായിരുന്നു എനിക്ക് വെയിറ്റ് ഗെയിനുള്ള ഏറ്റവും വലിയ റീസൺ. അപ്പം രാവിലെ എണീറ്റ് എന്തായാലും ഞാൻ ഇത് വെള്ളം കുടിച്ചിട്ട് ഈ നട്ട്സ് കഴിക്കും. നട്ട്സ് കഴിച്ചിട്ട് പിന്നീടാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. എന്തെങ്കിലും ഏത്തമ്പഴം പഴം എന്തെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അങ്ങനെ ഞാനും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കഴിപ്പൊന്നുമില്ല. രാവിലെ ഈ ഒരു സെറ്റ് കഴിക്കും. ഈ ചായയും ഈ നട്ട്സ് വെള്ളം ഇത് ഇത്രയും കുടിക്കും. ഏത്തമ്പഴം കഴിക്കും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ എല്ലാം ഉച്ചയ്ക്ക് കഴിക്കും, രാത്രി കഴിക്കും. അതിൻ്റെ ഇടയ്ക്കൊന്നും അങ്ങനെ കഴിപ്പൊന്നുമില്ല. സെക്കൻഡ് ട്രൈമസ്റ്റർ അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിന് ശേഷമുള്ളത് പിന്നെ ഞാൻ തേർഡ് ട്രൈമസ്റ്ററാണ്. അപ്പോൾ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പം കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്.